Question number 1. A person with a long experience of any occupation. Options are veteran, genius, seasoned, ambidextrous. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു. ദെൻ അടുത്ത 20 സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത 20 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, സ്റ്റാർട്ട്. എനിക്ക് ടൈപ്പ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് റൈറ്റ്. നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വെറ്ററൻ എന്ന് പറയുന്നത് എ പേഴ്സൺ വിത്ത് എ ലോങ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് കാലം പരിചയ സമ്പത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വെറ്ററൻ എന്ന് പറയുക. ദാറ്റ് മീൻസ് എ പേഴ്സൺ വിത്ത് എ ലോങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വെറ്ററൻ തന്നെയായിരുന്നു. ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ വലിയ കഴിവുള്ളവരെ നമ്മൾ വെറ്ററൻ എന്ന് പറയുക. അപ്പോൾ വെറ്ററൻ മീൻസ് എ പേഴ്സൺ with a long experience of any occupation. ഓക്കെ, ഇനി പക്ഷേ നമുക്ക് ശരി ഉത്തരം കിട്ടിയാൽ മാത്രം പോരല്ലോ, അതിൻ്റെ 3 ഓപ്ഷനുകളും നമ്മൾ അറിയണമല്ലോ. ഏതൊക്കെയാണ്, ബാക്കി എന്താന്ന്. ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീനിയസ്. അപ്പോൾ ആൻസർ കിട്ടിയെങ്കിലും ജീനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയുകയാണ്. അപ്പോൾ അർത്ഥമല്ല, എക്സ്പ്ലനേഷൻ, 1 വേർഡ്. ജീനിയസ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് അൺയൂഷ്വൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അൺയൂഷ്വലായിട്ട് എന്താണ്, അസ്വാഭാവികമായ ബുദ്ധി വൈഭവത്തിനെ നമ്മൾ ജീനിയസ് എന്ന് പറയാം. ജീനിയസ് മീൻസ് അൺയൂഷ്വൽ ഇൻ്റലിജൻസ്. ഓക്കെ, അൺയൂഷ്വൽ ഇൻ്റലിജൻസ്. അപ്പോൾ ജീനിയസിൻ്റെ മീനിങ് കിട്ടി. നെക്സ്റ്റ് സീസൺഡ് ആണ്. സീസൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയെ നമ്മൾ സീസൺഡ് എന്ന് പറയും. സീസൺഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് of a particular activity ആണ്. ഓക്കെ, എ പേഴ്സൺ ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. ഒരു പ്രത്യേക പ്രവൃത്തിയിൽ വലിയ പരിചയ സമ്പത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീസൺഡ് എന്ന് പറയും. എന്നാൽ ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ ഒരുപാട് കാലത്തെ പരിചയ സമ്പത്തിനെ നമ്മൾ വെറ്ററൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 3 എണ്ണമായി. ദെൻ ഒരു വാക്കും കൂടി ഉണ്ടായിരുന്നു, ആംബിഡെക്സ്റ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ക്യാൻ യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി. 2 കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ള വ്യക്തി. ഓക്കെ, ബോത്ത് ഹാൻഡ്സ് ഈക്വലായിട്ട്, അതായത് ഒരാളുടെ 2 കൈകളും അയാൾ ഒരേ സമയം 2 ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഭാഷ കൊണ്ട് മലയാളവും മറ്റൊരു ഭാഷ കൊണ്ട് ഇംഗ്ലീഷും എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ആംബിഡെക്സ്ട്രസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരിയായ ഒരു ഉത്തരം. ബാക്കിയുള്ള 3 1 വേർഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.